ബറാഅത്തിന്റെ രാവിൽ ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ ഓതണം. ആ യാസീൻ റിസ്ക്കിന്റെ വിശാലതയ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം റിസ്ക്കാണ്. കാരണം റിസ്ക് ആരുടെ കയ്യിലാ? നമ്മുടെ റിസ്ക് റേഷൻ കടയിലല്ലല്ലോ, നമ്മുടെ റിസ്ക് അറബിയുടെ കയ്യിലും അല്ലല്ലോ, നമ്മുടെ റിസ്ക് ആരുടെ കയ്യിലാണ്? ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഏത് ജീവിയുടെയും റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. രണ്ടാമത്തേത്, ആയുസിന്റെ ദൈർഘ്യത്തിന് വേണ്ടി ദുആ ചെയ്യൊരു യാസീൻ ഓതണം. അള്ളാഹു നമ്മുടെ ആയുസ്സിന് ബറക്കത്ത് നൽകുമാറാകട്ടെ. ആയുസ്സിന് വേണ്ടി മാത്രമല്ല, ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് മാത്രം കെട്ടി കട്ടിലിൽ കിടന്ന് മലമൂത്ര വിസർജനത്തിനോ നിയന്ത്രണം പോലും ഇല്ലാത്തൊരു ആയുസ് കൊണ്ട് കഥയില്ല. ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആ ചെയ്യണം, പടച്ചോനെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണേ റബ്ബേ. അല്ലാതെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് ഭാരമായി കട്ടിലൊരു പടന്തുണിക്കെട്ട് പോലെ കിടക്കുന്ന ഒന്നിൽ വലിയ കാര്യങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ യാസീൻ ഇൻഷാ അല്ലാഹ് ഈമാനോട് കൂടിയുള്ള മരണത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.